പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോകണത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്നുള്ള വിവരങ്ങളാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സമാധാന കരാറുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറുകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് അടുക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലത്തെ വിവരം ഈ ചർച്ചകൾ ഇറാൻ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഇന്നലെയാണ് അമേരിക്കയും ഇസ്രായേലും ടെഹ്റാനിലടക്കം ആക്രമണം അഴിച്ചുവിട്ടത്. അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും തുടർന്ന് നിർത്തിവെച്ചുവെന്ന് ഇറാനിയൻ സർക്കാരുമായി ബന്ധമുള്ള മാധ്യമമായ തസ്നീം ന്യൂസ് ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലം പ്രധാനമാണ്. ചർച്ച നിർത്തിവെക്കുന്നത് സംബന്ധിച്ച് ഇറാൻ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ഉത്തര ഇസ്രായേലിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇറാൻ അന്ത്യശാസനം നൽകി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ബെയ്റൂട്ടിൽ ആക്രമണം നടത്തിയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള മുന്നറിയിപ്പ് കൂടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ, ഇപ്പോൾ ഇനി ഒത്തുതീർപ്പിനില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിലുള്ള ആക്രമണം ലെബനനിൽ ഇസ്രായേൽ നടത്തുന്നു. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോഴും സാധാരണക്കാരടക്കം കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇറാനിലേക്കും വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്കൻ ആക്രമണം ഉണ്ടാകുന്നത് ചില്ലറയൊന്നുമല്ല ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടോ? ഇപ്പോഴും ആരെങ്കിലും മധ്യസ്ഥത വഹിക്കുന്നുണ്ടോ പ്രശ്നങ്ങൾ വഷളാവാതിരിക്കാൻ? രഞ്ജിത്ത്, അടുത്ത 60 ദിവസത്തേക്ക് കൂടി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും അപ്രതീക്ഷിതമായി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രകോപനപരമായ നീക്കം എന്ന് തന്നെ വിലയിരുത്താം. ലെബനനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ, അത് നേരത്തെ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടതാണ്. നേരത്തെ താൽക്കാലിക വെടിനിർത്തൽ വന്നപ്പോൾ തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് ലെബനനിലേക്കും യമനിലേക്കും ഒക്കെ തന്നെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണം. ഈ ചർച്ചയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തതാണ്. പക്ഷേ പൊടുന്നനെയാണ് ഇങ്ങനെ ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായത്. സ്വാഭാവികമായി ഇറാൻ അതിൻ്റെ ഒരു പ്രതികരണം എന്നോണം കുവൈറ്റിലേക്കൊക്കെ തന്നെ ആക്രമിക്കുന്ന ഒരു നിലയുണ്ടായി. കാരണം സഖ്യരാജ്യത്തിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ അവരുടെ എയർബേസുകൾ ആക്രമിക്കുന്നത് സ്ഥിരമായി നടത്തുന്ന ഒരു കാര്യമാണ്. അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്കുണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായി. ഗോരുഖ് എന്ന പ്രവിശ്യയിലേക്കാണ് അമേരിക്കയുടെ വ്യോമാക്രമണം ഉണ്ടായത്. ഒരു ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഈ തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അവിടെയാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തലിലേക്ക് കുറച്ചുകൂടി കാലം നീട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ചർച്ചകൾക്കുള്ള സമയം തേടിക്കൊണ്ടുള്ള അങ്ങനെ ഒരു കരാറിലേക്ക് പോകാനുള്ള സാധ്യത മങ്ങുന്നത്. മധ്യസ്ഥ രാഷ്ട്രങ്ങളടക്കം ഇപ്പോഴും ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ ഇറാൻ ഇപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നു. ഇനി അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല എന്ന കാര്യം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അരഗാച്ചി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം നേരത്തെ തന്നെ അവർ പറയുന്ന കാര്യമാണ്, അമേരിക്കയുടെ വാക്കുകൾ മുഖവിലക്കെടുക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് പലപ്പോഴും ഇറാൻ കൈക്കൊണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് എങ്ങനെ ലോകരാഷ്ട്രങ്ങളെ ബാധിക്കും എന്നത് തന്നെയാണ് വലിയ ആശങ്കയായി അവശേഷിക്കുന്നത്. നമുക്കറിയാം, 3 പ്രാവശ്യം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പാചകവാതക സിലിണ്ടറിന്, അത് ഗാർഹിക പാചകവാതക സിലിണ്ടറും അതോടൊപ്പം തന്നെ വാണിജ്യ സിലിണ്ടറും അടക്കമുള്ളവയ്ക്ക് വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസവും വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വിപണിയുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബ്രന്റ് ക്രൂഡ് ഓയിലിനടക്കം വലിയ വർധന ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ബാരലിന് 84 ആയിരുന്നത് ഡോളർ എന്നത് ഇപ്പോൾ 95-ന് മുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഈ സംഘർഷത്തിൻ്റെ പ്രതിഫലനം ക്രൂഡ് ഓയിൽ വിലയിലും മാറ്റമുണ്ടാക്കുന്നുണ്ട്. ഇത് മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച്, കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് അത്ര ആശാവഹമായ കാര്യമല്ല. നമുക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ ചെന്ന് വീഴും. മാത്രമല്ല വിനോദ, ഇന്നലെ അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ ഈ ഡ്രോൺ റഡാർ നിയന്ത്രണ കേന്ദ്രങ്ങളിലേക്കായിരുന്നു. അത് അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഒരിക്കലും അത്തരം ആക്രമണത്തിലേക്ക് അമേരിക്ക പോകുമെന്ന് കരുതിയിരുന്നില്ല. അവിടെ ഇറാന്റെ മറുപടി കുവൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ പോലും പുതിയ സാഹചര്യം അനുസരിച്ച് ഏത് നിമിഷവും ഇസ്രായേലും പ്രകോപിതരാണ്. ഇസ്രായേലും ഈ സമാധാന ചർച്ചകളിൽ നേരത്തെ തന്നെ അമേരിക്കയോട് വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഏത് നിമിഷവും ശക്തമായ പ്രത്യാക്രമണങ്ങൾ തുടങ്ങാമെന്നുള്ള സ്ഥിതിയിലല്ലേ കാര്യങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം തന്നെ കുവൈറ്റ് വ്യക്തമാക്കിയതാണ്, അവർ അത് പ്രതിരോധിച്ചു, ഇറാൻ്റെ ആക്രമണം പ്രതിരോധിച്ചു എന്ന കാര്യം. അതുമാത്രമല്ല, ടെൽഅവീവിലെ ജനങ്ങളടക്കം ഒഴിഞ്ഞു പോകണമെന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതായത് കടുത്ത ആക്രമണത്തിലേക്ക് തങ്ങൾ കടക്കാൻ തയ്യാറാണ്. സാമ്പത്തിക ഉപരോധം ഒരു വശത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഏതാണ്ട് 100
കോടി ഡോളറിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഉപരോധം അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടായി. പക്ഷേ അതൊന്നും തന്നെ തങ്ങളെ സാമ്പത്തികമായി തകർത്താൽ പോലും യുദ്ധത്തിൽ നിന്ന് എങ്കിൽ പിറകോട്ടില്ല, ഇങ്ങനെയാണ് സമീപനമെങ്കിൽ തങ്ങൾ യുദ്ധത്തിലേക്ക് തന്നെ എന്നൊരു സൂചന തന്നെയാണ് ഇറാൻ നൽകുന്നത്. ഡ്രോൺ ആക്രമണം, അത് രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ വ്യോമാക്രമണം പല ഘട്ടങ്ങളിലായി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഗോരുഖ് പ്രവിശ്യയിലേക്കാണ് അങ്ങനെ ഒരു ഡ്രോൺ ആക്രമണം നടന്നത്. അത് ഇറാനെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു വശത്ത് ചർച്ച നടക്കുകയും മറുവശത്ത് ആക്രമണം നടത്തുകയും ചെയ്യുന്ന രീതി നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ്. ഏതായിരുന്നാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക അത് വളരെ വലുതാണ്. കാരണം ഇന്നലെ ഈ കുവൈറ്റിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ UAE അതിനെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അറിയാം, മലയാളികളടക്കം ധാരാളം ജനങ്ങൾ അവിടെ വസിക്കുന്ന ഒരു മേഖലയാണ്. ഇന്നലെ അത് പ്രതിരോധിച്ചു, അങ്ങനെ ഇറാൻ്റെ ആക്രമണം പ്രതിരോധിച്ചു എന്ന് കുവൈറ്റ് പറയുമ്പോഴും നേരത്തെയൊക്കെ സൗദിയിലും ബഹ്റൈനിലും UAEയുടെ വിവിധ ഭാഗങ്ങളിലും അടക്കം ഇറാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ ഈ ചർച്ചകളിലൂടെ 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാർ അത് കാലാവധി നീട്ടുന്നു. അതിനുള്ളിൽ ഈ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുക, ഹോർമൂസിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അവസാനിപ്പിക്കുക, ചില പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ച സീ മൈനുകൾ അത് തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇറാൻ ആരംഭിച്ചിരുന്നു. അത് ഈ ചർച്ചയുടെ ഭാഗമായാണ് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയത്. പക്ഷേ അതെല്ലാം തന്നെ പൊളിയുന്ന തരത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ മാറുന്നത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ക്രൂഡ് ഓയിൽ വില ഉയരുകയാണ്. നമ്മളെപ്പോലെയുള്ള ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ പ്രതിസന്ധിയായിട്ടുള്ളത് ഇത്തരം പ്രശ്നങ്ങളാണ്. കാരണം യുദ്ധം അത് നേരിട്ട് ബാധിക്കുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം ക്രൂഡ് ഓയിൽ വിലയുടെ പ്രശ്നം, ഗ്യാസ് ലഭ്യതക്കുറവ്, പ്ലാസ്റ്റിക്കുകളുടെ വരവ് കുറവ്, ഹോർമൂസിൽ ചരക്ക് ഗതാഗതം നടക്കുന്നില്ല. ഇതൊക്കെ ആഭ്യന്തര വിപണിയെ കാര്യമായി ബാധിച്ച പശ്ചാത്തലമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കത്തക്ക വിധം വളർന്നാൽ വലിയ തോതിൽ നമ്മുടെ ഉപഭോക്തൃ രാജ്യമായി നമ്മളെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പല ലോകരാജ്യങ്ങളും ആശങ്കയോടെ നോക്കിക്കാണുന്നതും ഇത്തരം കാര്യങ്ങളാണ്.